സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാണ് ചങ്ങാതിമാരെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് കെമിസ്ട്രി, ഏറ്റവും പ്രധാനപ്പെട്ട PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക് ആണ് ഹൈഡ്രജൻ ഓക്സിജൻ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഒട്ടനേകം വസ്തുതകൾ എല്ലാ PSC പരീക്ഷകൾക്കും 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഈ അടുത്ത കാലത്തായി PSC ചോദിച്ചൊരു ചോദ്യമാണ്, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ്? നല്ലൊരു ചോദ്യമായിരുന്നു. അന്നജത്തിന്റെ വിഘടനം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിഘടനം, ജലത്തിന്റെ വിഘടനം, ATPയുടെ വിഘടനം. ഇങ്ങനെ ഒരു ചോദ്യം വന്ന സമയത്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരുപാട് കൂട്ടുകാർക്ക് അത് പ്രയാസമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നോക്കൂ, അവിടെ നമുക്ക് ഈ ഒരു പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. നീ കാണാൻ പറ്റും, കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൂടിയിട്ട് ഇവിടെ ഈ പറയുന്ന അന്നജം രൂപീകരിക്കുന്ന ആ ഒരു പ്രോസസ്സ് നോക്കൂ നിങ്ങൾ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഭാഗം, അതിന് പിന്നീട് ഓക്സിഡൈസ്ഡ്, കണ്ടോ, ഹൈഡ്രജനെ ബിക്കംസ് ഓക്സിഡൈസ്ഡ്, അതിന് വിഘടനം സംഭവിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഓക്സിജൻ വേറെയായിട്ട് മാറുന്നു എന്ന് കണ്ടോ നിങ്ങൾ. അപ്പൊ ഇവിടെ എന്താണ് ചോദ്യം? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാണുന്ന ജലമാണ്, അതല്ലെങ്കിൽ ജലത്തിന്റെ വിഘടനമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. നോക്കൂ, അടുത്തൊരു ചോദ്യത്തോടു കൂടി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏതാണ്? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്നാൽ സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകമോ? പലപ്പോഴും നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്, അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ എടുത്തിട്ട് ഓക്സിജൻ പുറത്തു വിടുന്നു. ഇത് കുഞ്ഞുനാൾ തൊട്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുമെന്ന്. നമ്മൾ ചിന്തിക്കില്ല, പക്ഷെ ആരെങ്കിലും ഒക്കെ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് നോക്കൂ, നിങ്ങൾക്കൊരു മാർക്ക് പോകരുത്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്തൊരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ഇതാണ്. 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാടാ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് നോക്കൂ, ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഇവിടെ കാവൻഡിഷ് എന്ന് കാണാൻ ഓപ്ഷൻ ഡി. നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് 2 സ്ഥലങ്ങളിലായിട്ട് SCERT പാഠഭാഗങ്ങൾ പഠിക്കാറുണ്ട്. 2 അല്ല 3 സ്ഥലങ്ങളിൽ. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കൂ, ഹെൻറി കാവൻഡിഷ് ചില ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിപ്പിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നതായി 16ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷ് ആണ്. ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയർ ആണ്. ഇത് രണ്ടും മക്കളെ PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഹൈഡ്രജൻ, അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിൽ വരുന്ന ഓക്സിജൻ, ഈ 2 മൂലകങ്ങൾക്കും അവയുടെ പേര് നൽകിയത് ലാവോസിയെ. ആരാണ്? ലാവോസിയർ. ലാവോസിയർ പേര് നൽകി. ആര് നൽകി? ലാവോസിയർ. പഠിച്ചോടാ, ഹൈഡ്രജൻ ഓക്സിജൻ 2 പേരും നൽകിയത് ലാവോസിയർ ആണ് കേട്ടോ. എന്നാൽ ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്, അല്ലെ? ഹൈഡ്രജൻ ഹെൻറി കാവൻഡിഷ് കിട്ടും നിങ്ങൾക്ക്. സെറ്റ് ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് കാവ ഡിഷ്, ഞാൻ പലപ്പോഴും എന്റെ ക്ലാസ് സ്ഥിരമായിട്ട് പറയുന്ന കോഡാണ്. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അറിയാലോ, അല്ലെ? കാവ കുടിക്കാറില്ല നിങ്ങൾ, അല്ലെ? പല കല്യാണ വീടുകളിലൊക്കെ പോയപ്പോ കാവ ഡിഷ്, കാവൻഡിഷ് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ ജലം ഉൽപ്പാദിപ്പിച്ചാണ് കാവ ഉണ്ടാക്കുക. അപ്പൊ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ. കാവൻഡിഷ് ഓർത്ത് വെച്ചേക്കുക. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെ? കാവാഡിഷ് ഒക്കെ ഉണ്ടാക്കാൻ വെള്ളം ഉപയോഗിക്കണ്ടേ? ഇപ്പൊ ജലം ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥമുള്ള ഹൈഡ്രജൻ കണ്ടെത്തിയത് കാവൻഡിഷ്. മറന്നു പോകണ്ട. അതേ പോയിന്റ് തന്നെ കൃത്യമായിട്ട് മറ്റൊരു പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടും കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നാട്ടോ. 2 SCERT പാഠഭാഗങ്ങളാണ്. 1766 ഡേറ്റ് വർഷം ഒന്ന് പഠിച്ചു വെച്ചേക്ക്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞൻ, ഇവിടെ കൃത്യമായിട്ട് ആദ്യത്തെ ഒരു കട്ടിങ്ങിനകത്ത് വർഷം മെൻഷൻ ചെയ്യുന്നില്ല. എന്നാൽ പിന്നീട് നോക്കൂ, 1766 കൃത്യമായിട്ട് പറയുന്നു ഇദ്ദേഹം ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, ഹൈഡ്രജൻ കണ്ടുപിടിച്ചു. കത്തുന്ന വായു എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. അവിടെ നല്ലൊരു പോയിന്റ് ആണ്. നോക്കൂ, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. അവിടെ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. എടാ, നമ്മള് ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാല്
ഈ ഹൈഡ്രജൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കണ്ടില്ലേ, ഹൈഡ്രോളിക്സ്, അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളിലും ജലം അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള സെറ്റപ്പ് ഒക്കെ നിങ്ങൾ അല്ലെ ഹൈഡ്രജന്റെ ആ ഒരു പേര് വെച്ച് കണക്ട് ചെയ്യാറില്ലേ. ഓക്സിജൻ എന്നുള്ള പേര് നമുക്ക് പൊതുവെ H2 ആണ് ജലം നമുക്കറിയാം. പക്ഷെ പൊതുവെ നമ്മൾ വെള്ളം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അല്ലെ നമ്മൾ ഹൈഡ്രോ അല്ലെ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് പറയാറ്. അപ്പൊ ഹൈഡ്രജൻ അവിടെ നിങ്ങൾക്ക് കിട്ടണം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ക്ലിയർ? ഇത് പറയാൻ കാരണം കത്തുന്ന വായു എന്ന് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഈ പറയുന്ന ആര് തന്നെയാണ്, നമ്മുടെ കാവൻഡിഷ് തന്നെയാണ്. അപ്പൊ കത്തുന്ന വായു, വെള്ളം ഉണ്ടാക്കുന്നതും കത്തുന്ന വായു അല്ലെ, വല്ലാത്തൊരു രസമല്ല അത്? അങ്ങനെ ആലോചിച്ച് നോക്കിക്കേ. എടാ, കത്തുന്ന വായു എന്ന് പറയുന്ന ഒരു ഇന്ധനമാണ് എന്ന് ഹൈഡ്രജൻ നിങ്ങൾക്ക് അറിയാം. പക്ഷെ പരീക്ഷ ഹാളെത്തുമ്പം നമ്മൾ ഇത് ഓക്സിജനിലേക്ക് കൊണ്ടുപോയി കെട്ടാറുണ്ട്, പലപ്പോഴും നെഗറ്റീവ് വരുത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, കത്തുന്ന വായു ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഓക്സിജൻ അല്ല, അതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഹൈഡ്രജൻ എന്നുള്ള പേര് നിങ്ങൾ ആലോചിക്കുക അല്ലെ. നമ്മൾ ഹൈഡ്രജൻ എന്നുള്ള പേര് പൊതുവെ എന്താ പറയാ, ഞാനിപ്പോ പറഞ്ഞ രൂപത്തിൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, ഹൈഡ്രജൻ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? കത്തുന്ന വായു, ഇൻഫ്ലെയിമബിൾ എയർ അല്ലെ, ഇൻഫ്ലെയിമബിൾ എയർ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ച ആര്, നമ്മുടെ കാവൻഡിഷ്. കേട്ടോ? അപ്പൊ ഹൈഡ്രജൻസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് വന്നത്. ഇനി നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതാ റീസെന്റ് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എല്ലാം PYQ ആണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 വർഷമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. PSC ചോദിച്ചാണേ, കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? നോക്കൂ, കാവൻഡിഷ് നമ്മൾ അറിയാണ്ട് എഴുതി പോകും അല്ലെ, ഇത്രയൊക്കെ പഠിച്ചു പോയിട്ട്. അതല്ലെങ്കിൽ വേറെ ബേസിലിയസോ ഒക്കെ നമ്മള് SCRT പാഠഭാഗത്തുണ്ട്, ബേസിലിയസ് ഒക്കെ അല്ലെ. ഇവരാരുമല്ല, സർ ഹംഫ്രി ഡേവിയാണ്. ആരാണ് ഉത്തരം? സർ ഹംഫ്രി ഡേവിയാണ്. സർ ഹംഫ്രി ഡേവിയെ കുറിച്ചും കൃത്യമായിട്ട് കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്തുണ്ട്. പഞ്ചസാരയുടെ ഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. അതായത് തുടർച്ചയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേണ്ട പോയിന്റുകൾ മാത്രം പറയാം. നോക്കൂ മക്കളെ, ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് സർ ഹംഫ്രി ഡേവി 1806 കണ്ടുപിടിച്ചു. കണ്ട നിങ്ങൾ, ഈ ഒരൊറ്റ പോയിന്റ് വെച്ചുകൊണ്ടാണ് കേരള PSC 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 10th പ്രിലിംസ് ഈ ഒരു പേജിൽ നിന്ന് SCRT കൊടുത്ത ചോദ്യം. അപ്പൊ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് SCRT പഠിച്ചു പോകണം. ഹൈഡ്രജൻ ഓക്സിജൻ കത്തുമ്പോൾ ജലമുണ്ടാകുമെന്ന് ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടുത്തമാണ് ഇതിലേക്ക് നയിച്ചത്. ആക്ച്വലി ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചു അല്ലെ 1766. ഇപ്പൊ ഞാൻ വർഷം പറഞ്ഞു, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? കണ്ടുപിടിച്ചു കഴിഞ്ഞു 1766. അപ്പൊ അതിനുശേഷമാണ് ഈ കാണുന്ന ഒരു ഡേറ്റ് 1806 എന്ന് പറയുന്ന വർഷത്തില് ഇദ്ദേഹം ഇങ്ങനെ ഒരു കണ്ടത്തിലേക്ക് പോകുന്നത്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചത്. ശ്രദ്ധിക്കണം, ജലം കണ്ടുപിടിച്ചൊന്നും നമുക്ക് ചോദിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ വൈദ്യുതി കടത്തിവിട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം, ഡിവിഷൻ അല്ലെ, ഓക്സിജനും ഹൈഡ്രജനുമാക്കി മാറ്റാമെന്ന് ഡേവി കണ്ടെത്തുന്നു. സെറ്റിലട മക്കളെ. 1766 നമ്മുടെ കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടെത്തുന്നു. 1706 ഹംഫ്രി ഡേവി ഇങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നു. ക്ലിയർ ആണോ? നോക്കൂ, അങ്ങനെയാണെങ്കിൽ അവിടെ കുറച്ച് പഞ്ചസാരയെ കുറിച്ചും ഈ പറയുന്ന എന്താ പറയുക ജലം എന്ന ശുദ്ധ പദാർത്ഥത്തെ പോലെ തന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളെക്കാൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ ഒന്ന് വായിച്ചു നോക്കി എന്തൊക്കെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. PDF എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മുടെ എല്ലാ വീഡിയോയുടെയും കമന്റിൽ പിൻ ചെയ്ത് വെക്കുമെന്ന കാര്യം കൂടി പറയുകയാണ്. മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നോക്കൂ, ഹെൻറി കാവൻഡിഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, മറ്റൊരു ചാപ്റ്ററിലും പറയുന്നുണ്ട്. അത് ഇവിടെയാണ്. ഇങ്ങനെ ഹൈഡ്രജൻ കണ്ടെത്തിയത് കാവൻഡിഷ് എന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. നോക്കൂ, രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിച്ചോളുക. നമുക്ക് ഇതൊക്കെ സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് എടുക്കാം. എന്നാലും എന്താണ് മൂലകങ്ങൾ നിങ്ങൾക്കറിയാം. ഓക്സിജൻ, ഹൈഡ്രജൻ ഇതൊക്കെ മൂലകങ്ങളാണല്ലോ. അപ്പൊ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥം സംയുക്തം. ജലം, നമ്മളിപ്പോ ജലത്തെ കുറിച്ച് ഇപ്പൊ ഹെൻറി കാവൻഡിഷ് ആണെങ്കിലും അതുപോലെ തന്നെ ഹംഫ്രി ഡേവി ആണെങ്കിലും ഇവരുടെയൊക്കെ കണ്ടെത്തലുകൾ മനസ്സിലാക്കി. ഇവിടെ ഹംഫ്രി ഡേവി പറഞ്ഞു ജലം ഈ പറയുന്ന വൈദ്യുതി കടത്തി പോകുമ്പോൾ വിഘടിക്കുമെന്ന്. അവിടെ എന്താണ് ഒരു കോമ്പൗണ്ട് അഥവാ സംയുക്തം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരിക. കോമ്പൗണ്ട്സ് അല്ലെ, സംയുക്തങ്ങൾ. അവിടെ അതുകൊണ്ടാണ് ഹൈഡ്രജനും ഓക്സിജനും അതുപോലെ പഞ്ചസാര
എന്തൊരു കാര്യം നമ്മളിപ്പോ സംയുക്തങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് വ്യത്യസ്തമായ മൂലകങ്ങൾ ചേർന്നുണ്ടാവുന്നതായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇപ്പൊ നമ്മൾ നോക്കുന്നില്ല. തൽക്കാലം ജലം എന്ന് പറയുന്ന സംയുക്തത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നോക്കൂ, അവിടെ SCERT നമ്മളത് പറഞ്ഞത് കൊണ്ട് തുടർച്ചയായിട്ട് സ്ഥിരമായിട്ട് ചില പരീക്ഷകൾ ചോദിക്കുന്ന ആ ഒരു പേജിലെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. മക്കളെ നോക്കൂ, അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്. എന്താണ് അന്നജം? നമുക്ക് CHO നമ്മൾ ഇങ്ങനെ പഠിക്കാറുണ്ട്, കാർബൺ അല്ലെ, ഹൈഡ്രജൻ, ഓക്സിജൻ. പക്ഷേ അതിന്റെ കൃത്യമായിട്ട് അത് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ തെറ്റാതെ പറയണമെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകും. പ്രോട്ടീൻ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബണും ഹൈഡ്രജനും ഓക്സിജൻ പ്ലസ് നൈട്രജൻ കൂടി ചേർന്ന് എന്തായി? അത് പ്രോട്ടീൻ ആയിട്ട് മാറി. പ്രോട്ടീൻ അല്ലെ, അവസാനം ഒരു N ഉണ്ട്, പ്രോട്ടീൻ. N ഇവിടെ ഒരു N ഉണ്ട്, N, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ N ഉള്ളതുകൊണ്ട് നമുക്ക് N പിടിക്കാം, നൈട്രജൻ ട്ടാ. അപ്പൊ പ്രോട്ടീൻ അന്നജത്തില് കാർബണും ഹൈഡ്രജനും ഓക്സിജനും, അതിന്റെ കൂടെ പ്ലസ് നൈട്രജൻ, പ്രോട്ടീൻ. കൊഴുപ്പ് സെയിം തന്നെയാണ്. നോക്കൂ, PVC ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് അല്ലെ. പക്ഷെ ആ PVCയിലെ ഘടക മൂലകങ്ങൾ നോക്കൂ, കാർബൺ വരുന്നുണ്ട്, ഹൈഡ്രജൻ വരുന്നുണ്ട്, ഓക്സിജൻ കൂടി ആയാൽ അന്നജത്തിന്റെ ഒരു മിക്സ് ആയി. പക്ഷെ അവിടെ PVC അല്ലെ, PVC എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണ്, CC, ക്ലോറിൻ. അപ്പൊ പഠിച്ചോളുക, ഹൈഡ്രജൻ, കാർബൺ, ദെൻ ക്ലോറിൻ. അവിടെ ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അന്നജം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓക്സിജന് പകരം ക്ലോറിൻ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കണം, കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ ആണെങ്കിൽ PVC. ഈ കാർബണും ഹൈഡ്രജനും തന്നെയാണ് പോളിത്തീനിലെ ഘടകമൂലകങ്ങൾ, കാർബണും ഹൈഡ്രജനും. അപ്പൊ ഇതിന്റെയൊക്കെ വ്യത്യസ്തമായ മിക്സ് അല്ലെങ്കിൽ വ്യത്യസ്തമായ രൂപങ്ങൾ അതൊക്കെ വേറെ വേറെയാണ്. നമുക്ക് തൽക്കാലം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് അതിന്റെ തുടർച്ച എന്നോണം സംയുക്തങ്ങൾ പറഞ്ഞത് കൊണ്ട് ആ ഒരു പാഠഭാഗത്തുള്ള ഈ പോയിന്റ് കൂടി ഞാൻ അഡീഷണലി പറഞ്ഞതേ ഉള്ളൂ. പോളിത്തീൻ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും. ബാക്കി സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ ചോദിച്ചോളൂ, ഞാനത് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരും കേട്ടോ. അതെ, ആ ഒരു ചാപ്റ്റർ പറഞ്ഞുകൊണ്ടേ ഈ അടുത്ത കാലത്ത് PSC ചോദിച്ചുകൊണ്ട് ഞാൻ ഇതുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ടോപ്പിക് ഹൈഡ്രജൻ ഓക്സിജനും ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാം. നൈട്രജനെ കുറിച്ച് ഒരു പോയിന്റ്. പയർ വർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ റൈസോബിയം ബാക്ടീരിയ അല്ലെ, നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ PSC ചോദിക്കാറുണ്ട്. അതിന്റെ പേരാണ് റൈസോബിയം അല്ലെ. അങ്ങനെയുള്ള റൈസോബിയം ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജനെ ആഗിരണം ചെയ്ത് സംയുക്തങ്ങളാക്കുന്നുണ്ട്. ഇത് മണ്ണിന്റെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നുകൂടി പഠിച്ചു നോക്കുക. അപ്പൊ പയർ ചെടികളുടെ വേരുകളിൽ ഇങ്ങനെ ഒരു റൈസോബിയം ബാക്ടീരിയ ഉണ്ട്. അതിന്റെ ആ വർക്ക് മൂലം നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ടോ, മണ്ണിൽ എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഓക്സിജനെ കുറിച്ച് അല്ലെങ്കിൽ ഹൈഡ്രജനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. നോക്കൂ, അവിടെ നമ്മൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണെന്ന് പറഞ്ഞു. പേര് നൽകിയത് ലാവോസിയർ ആണെന്ന് പറഞ്ഞു. 1766 പറഞ്ഞു. നോക്കൂ, അതിനുശേഷം 1774 വർഷം ഞാനൊന്ന് മാറ്റി എഴുതാം. 1774 ജോസഫ് പ്രിസ്റ്റിലി, ആരാണ് കുഞ്ഞുങ്ങളെ? ജോസഫ് പ്രിസ്റ്റിലി എന്ന ശാസ്ത്രജ്ഞൻ ഓക്സിജൻ വാതകം കണ്ടെത്തുന്നു. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജൻസ്, അവിടെ നേരത്തെ ഹൈഡ്രജൻ എന്നുള്ള പേര് അല്ലെ, ജലം ഉണ്ടാക്കുന്നവരെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ജലം, ഞാൻ പറഞ്ഞു ജലവുമായി റിലേറ്റ് ചെയ്ത് എല്ലാത്തും നമ്മൾ ഹൈഡ്രോ അല്ലെ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഹൈഡ്രജൻ ജലം ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് കയറണം ഓക്സിജനസ് എന്ന് വെച്ചാൽ അത് ആസിഡ് ഉണ്ടാക്കുന്നത്. രണ്ടും രണ്ടാണേ, തെറ്റിക്കരുതേ, ഇമ്പോർട്ടന്റ് ആണേ, തെറ്റിക്കരുതേ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്സിജനസ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ആലോചിക്കുക, അതെന്താണ്? ആ പേരിന്റെ അർത്ഥം വരുന്നത് ആസിഡ് ഉണ്ടാക്കുന്നത് എന്നാണ്. ക്ലിയർ? അവിടെ നേരത്തെ പറഞ്ഞു നമ്മള് ഈ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈഡ്രജൻ എന്താണ് അല്ലെ, കത്തുന്ന ഒരു വാതകമാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ, കത്തുന്ന വാതകമാണെന്ന്. ഇവിടെ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്കെ, നമുക്ക് ഓക്സിജനെ കുറിച്ച് പറയാം. അതിന് മുമ്പായിട്ട് SCERT ഫാക്ട് ആണ്. ഭൂവൽക്കത്തിൽ എത്രയാണ് ഓക്സിജന്റെ അളവ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്തരീക്ഷ വായു എപ്പോഴും ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് പഠിക്കണം. 21% അന്തരീക്ഷ വായു. ഓക്കെ, എന്നാൽ ഭൂവൽക്കത്തിൽ എക്സാക്ട് അല്ല, ഇത് ഏകദേശമാണ്. SCERT തന്നെ പല സ്ഥലങ്ങളിൽ പല സംഖ്യകൾ കാണാൻ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് NCERT മാറ്റമുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം 45 മുതൽ 50% വരെ ഭൂവൽക്കത്തിലിടുന്ന SCERT വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ജലത്തിൽ 90% വരെയാണ് ഓക്സിജൻ ഉള്ളത് കേട്ടോ. ജലത്തില് 90%, 88 മുതൽ 90 പഠിച്ചു വെച്ചേക്കുക. ഇപ്പം പഠിക്കുക. ഭൂവൽക്കത്തിൽ 45 മുതൽ 50 വരെയാണെങ്കിൽ
നമ്മുടെ ജലത്തിൽ 88 മുതൽ 90 വരെ ജലത്തിലുണ്ട്. ഭൂവൽക്കത്തിൽ 45 to 50 ആണെങ്കിൽ 88 മുതൽ 90% വരെ ജലത്തിലാണെങ്കിൽ ധാതുക്കളിൽ 45 മുതൽ 50 വരെയാണ്. അവിടെ ധാതു ഭൂവൽക്കം ഏകദേശം സെയിം അല്ലേ? ഭൂവൽക്കത്തിൽ ഈ കുഴിച്ചെടുക്കുന്ന സാധനങ്ങളാണല്ലോ മണ്ണിന്റെ അല്ലേ ഭൂമിയിലടിയിൽ ധാതുക്കൾ നൽകി. അപ്പം ധാതുക്കളിലും ഭൂവൽക്കത്തിലും 45, 50, ജലത്തിൽ 88, 90. അന്തരീക്ഷവായു നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സസ്യങ്ങളിൽ ഒരു 60-70% എന്ന് വെച്ചാൽ സസ്യവും ജന്തുക്കളിലൊക്കെ ഓക്സിജൻ 60% മുകളിൽ ഓക്സിജൻ ഉണ്ടെന്ന് പഠിച്ചു വെക്കുക. 60 to 70 ക്ലിയർ ആണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നൈട്രജൻ. അന്തരീക്ഷത്തെ കുറിച്ചും SCRT പറയുന്നതുകൊണ്ട് നൈട്രജൻ 78% റൗണ്ട് ചെയ്ത് പറയുകയാണേ. ഓക്കെ, 21% ഓക്സിജൻ റൗണ്ട് ചെയ്ത് പറഞ്ഞാണ്. ബാക്കി വരിക അപ്പൊ 78ഉം 21ഉം കഴിഞ്ഞാൽ 99ആയി. പിന്നെ 1% ആ 1%ത്തിൽ 0.9 കൃത്യമായിട്ട് പഠിക്കണം. ഈ ഒരു പട്ടിക സ്ഥിരം PSC പരീക്ഷകൾ കടന്നു വരുന്നതാണ്. മക്കളെ പഠിച്ചോളുക. ആർഗൺ 0.9% ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ശ്രദ്ധിക്കണേ, കുത്തിടുമ്പൊക്കെ ശ്രദ്ധിക്കണം. 0.03 ആണ്. 0.3 എന്ന് എഴുതുന്നത് തെറ്റാണ്. 0.038 ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 0.038 കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 0.038. ദെൻ മറ്റുള്ളവ 0.032. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അവിടെ ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതൊന്നും പറയുന്നില്ല. ക്ലിയർ. ഒരു ചോദ്യം SCRT-യിലുള്ളത്, നമ്മളിപ്പോ ഹൈഡ്രജനും ഓക്സിജനെ കുറിച്ച് പഠിക്കുന്നതിനിടയിൽ ഈ ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കണമെന്നുണ്ട്. നമ്മൾ അവസാനം അത് ചോദിക്കുക കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഇനി ഹൈഡ്രജനെ കുറിച്ച് SCRT ചില കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈഡ്രജനെ കുറിച്ച് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ കൂട്ടുകാർക്ക്? അത് ഹൈഡ്രജന്റെ ഐസോടോപ്പുമായി ബന്ധപ്പെട്ടാണ്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുക. കൃത്യമായിട്ട് പഠിക്കുക. ഒരേ അറ്റോമിക് നമ്പർ അല്ലെ, ടോപ്പിന്റെ ഒക്കെ അറ്റം ഒരുപോലെയാണ് അല്ലെ. പല തടിയുള്ള ആളുകൾക്ക് ഉണ്ടാവും. ഇത് ഞാൻ ചുമ്മാ പറയുന്നതാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ, പല തടിയൊക്കെ ആണെങ്കിൽ ചേച്ചിക്കും അനിയത്തിക്കും അമ്മായിക്കും ഒക്കെ ടോപ്പ് എടുത്തിട്ട് ഒരേ വലുപ്പത്തിലുള്ള ടോപ്പ്, അറ്റമൊക്കെ സെയിം ആണ്, പല മാസിലാണ് ഇവരൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ 5 ചുരിദാർ എടുത്തു ഒരുപോലത്തെ. അപ്പൊ ഐസോ ഒരുപോലത്തെ ടോപ്പ്, ഐസിലെ ഒരുപോലെ, ഐസോ എന്ന് പറഞ്ഞാൽ സമന്നല്ല കണ്ടീഷൻ. അപ്പൊ ഒരുപോലത്തെ ടോപ്പുകൾ എടുത്തോ. ഇവരൊക്കെ മാസ് വ്യത്യസ്തമാണ്, പക്ഷെ അറ്റമൊക്കെ കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. സ്ഥിരം ചോദിക്കുന്നതാണല്ലോ. അവിടെ ഇതാ പ്രോട്ടിയം അടിയിൽ കണ്ട നിങ്ങൾ അറ്റോമിക് നമ്പർ അല്ലേ കണ്ട, ഒരേ അറ്റോമിക് നമ്പർ 111. മുകളിൽ നമുക്ക് മാസ് നമ്പർ മാറുന്നുണ്ട്. കാരണം എന്താണ്? ഈ പറയുന്ന പ്രോട്ടോണും ന്യൂട്രോണിന്റെയും എണ്ണം മാറ്റത്തിനനുസരിച്ച് മാസ് നമ്പർ മാറും. ഇതിന് പേരിട്ടുന്നുണ്ട്. ഹൈഡ്രജൻ മുകളിൽ 1 അല്ലെ, മാസ് നമ്പർ അവിടെ 1 കിടക്കുന്നു, അതിനെ പ്രോട്ടിയം എന്ന് പറയുന്നു. മാസ് നമ്പർ 2 കിടക്കുന്നു, അത് നമ്മൾ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നു. മാസ് നമ്പർ 3 കിടക്കുന്നു, അത് നമ്മൾ ട്രിഷിയം എന്ന് പറയുന്നു. എല്ലാവർക്കും അറിയാലോ, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ഉറപ്പാണ്, പഠിച്ചോളുക. ഓക്കെ, അപ്പൊ ഇവയുടെ ഈ മൂലകത്തിന്റെ ഐസോടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ രാസ സ്വഭാവം ഒരുപോലെയാണ്. നോക്കൂ, രാസ സ്വഭാവം ഒരുപോലെയാണ്. ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു മൂലകത്തിന്റെ ഐസോടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുവെങ്കിലും രാസ സ്വഭാവം ഒരുപോലെയാണെന്നുള്ള പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ക്ലിയർ ആണോ? നമുക്ക് എന്തൊക്കെയാണ് ഐസോടോപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രത്യേകത പറയാം. അതിനു മുമ്പായിട്ട് ഇവിടെ നമ്മൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ സംക്രമണ ലോഹങ്ങൾ എന്ന് വിളിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കുക. പീരിയോഡിക് ടേബിൾ ഞാൻ സെപ്പറേറ്റ് ക്ലാസ് എടുക്കും. അപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും ക്ലാസ് കേട്ടാൽ. അപ്പൊ അറിയാത്ത കൂട്ടുകാരായിരിക്കും ഇത് കാണുന്നെങ്കിൽ അവർ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് പഠിക്കണേ. അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കേട്ടെ. 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ. ഓക്സിജൻ കുടുംബം ഗ്രൂപ്പ് നമ്പർ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്കറിയാം കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകൾ അല്ലെ, വിലങ്ങനെയുള്ളതിന് പീരീഡുകൾ എന്ന് പറയും. 18 ഗ്രൂപ്പുകൾ, 7 പീരീഡുകൾ, ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ ഉള്ളത്. അല്ലേടാ കുഞ്ഞുങ്ങളെ?
അപ്പൊ 18ാമത്തെ ഗ്രൂപ്പ് ഉത്കൃഷ്ടവാതകം അഥവാ അലസവാതകങ്ങൾ. ഒന്നാമത്തത് ആൽക്കലി ലോഹങ്ങൾ. ഇതൊക്കെ പഠിക്കുമ്പോൾ ചോദിക്കും ഓക്സിജൻ ഗ്രൂപ്പ് എത്രാമത്തെ ഗ്രൂപ്പാണ് എന്ന് ചോദിച്ചാൽ 16ാമത്തത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മുടെയൊക്കെ മനസ്സിൽ 8 എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരാൻ കാരണം ഓക്സിജൻ മനസ്സിലുള്ളത് കൊണ്ടാണ്. അപ്പൊ ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ ഓക്സിജൻ ഗ്രൂപ്പ് 16ാമത്തെ കുടുംബം. ഹാലോജനുകൾ 17ാമത്തെ ഗ്രൂപ്പ്. ഹാലോജൻ 17. അവിടെ മാത്രമേ പേര് പ്രശ്നമുള്ളൂ, ബാക്കിയൊക്കെ ആദ്യത്തെ മൂലകത്തിന്റെ പേരിലാണ്. കാർബൺ കുടുംബം 14 അല്ലെ, നൈട്രജൻ കുടുംബം 15, നൈട്രജൻ കുടുംബം 15, നൈട്രജൻ കുടുംബം 15 അല്ലെ, ഓക്സിജൻ കുടുംബം 16, ഹാലോജൻ കുടുംബം 17, ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ 18. കൃത്യമായിട്ട് പഠിച്ചേ. ഇവിടെ ഓക്സിജൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ചില എക്സ്ട്രാ പോയിന്റുകൾ, സ്ഥിരം ചോദിക്കുന്ന ബേസിക് ഫാക്ട് ഹൈഡ്രജനെ കുറിച്ചുള്ളത് നോക്കാം. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണല്ലോ. യെസ്. പേര് നൽകിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലാവോസിയാണ്. കണ്ടുപിടിച്ചത് ഓൾറെഡി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ഹെൻറി കാവൻഡിഷ് ആണ്. കാവൻഡിഷ് കത്തുന്ന വാതകമാണെന്ന് ഞാൻ പറഞ്ഞു. അത് കത്തുമ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, നേരെ ഓപ്പോസിറ്റ് വെള്ളം അല്ലെ, ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഏറ്റവും ലഘുവായ ആറ്റം അല്ലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഏറ്റവും ലഘുവായ ആറ്റം, ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമല്ലേ പീരിയോഡിക് ടേബിൾ തന്നെ? അതല്ല ഒന്നാമത്തെ ഹൈഡ്രജൻ അല്ലേ? ഒരു ഗ്രൂപ്പിലും ആക്ച്വലി ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇപ്പൊ ആൽക്കലി ലോഹങ്ങൾ എന്ന് പറഞ്ഞു. ഹൈഡ്രജൻ ഒരു ലോഹമാണോടാ? ആണോ? പക്ഷെ നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പെടുത്തിയിട്ടുണ്ട്. ഹൈഡ്രജൻ ഒരു പ്രത്യേക കേസ് ആയതുകൊണ്ട് നമ്മൾ ഒന്നിൽ വെച്ചതാണ്. അപ്പൊ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണെന്ന കാര്യം മറക്കണ്ട. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം അല്ലെ? ഒരു ഇലക്ട്രോൺ ആണ്. നമ്പർ 1 അല്ല അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം. നിങ്ങൾ നോക്കൂ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏത് മൂലകം എടുത്താലും അല്ലെ, അവയ്ക്കൊന്നും അറ്റോമിക് നമ്പറും മാസ് നമ്പറും സെയിം അല്ല. കാരണം ഒന്നിന് മാത്രം അങ്ങനെ സംഭവിക്കും അല്ലെ? അപ്പൊ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒരുപോലെ വന്ന ഒരു മൂലകം, അത് നിങ്ങൾക്ക് ചോദിക്കാം. രസകരമായ ചോദ്യമല്ലേ? അതാണ് ഹൈഡ്രജൻ അല്ലെ? എല്ലാ ആസിഡുകളെയും പൊതുഘടകം. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് ഒരു പക്ഷെ തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം ആസിഡ് ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ അർത്ഥം ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥമുള്ള മൂലകം ചോദിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഹൈഡ്രജൻ എഴുതരുത്. ഞാൻ പറഞ്ഞു, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ജലം അല്ലെ, ആ പേര് അങ്ങനെ നിങ്ങളെ മനസ്സിൽ കയറ്റണം. എന്നാൽ എല്ലാ ആസിഡുകളെയും പൊതു ഘടകമായിട്ട് നമുക്ക് കണക്കാക്കപ്പെടുന്നത് ഹൈഡ്രജൻ ആണെന്ന കാര്യം മറക്കണ്ട. നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ വാതകമാണ്. ലോഹ ഗുണം പ്രദർശിപ്പിക്കുന്ന ഒരു അലോഹ മൂലകമാണ് ഈ പറയുന്ന ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം, എല്ലാവർക്കും അറിയാം, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ജലവും പൊട്ടാസ്യവുമായുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ജലവും പൊട്ടാസ്യവും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാകുന്ന കാര്യം മറക്കണ്ട. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? ഈ പറയുന്ന ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? ആസിഡുകളിലേക്ക് പൊതുഘടകമായ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. അപ്പൊ ജലവും പൊട്ടാസ്യവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? ഹൈഡ്രജൻ വാതകം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, നേരത്തെ നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് നമ്മുടെ ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ, സ്വാഭാവികമായിട്ടും പ്രപഞ്ചത്തിലായതുകൊണ്ട് സൂര്യനിലും ഏറ്റവും കൂടുതൽ. ഹൈഡ്രജൻ ദ്രാവകമായി മാറുന്ന താപനില -253 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -423 ഫാരൻഹീറ്റ്. അപ്പൊ മറന്നു പോകേണ്ട, ഈ പറയുന്ന -253 ആണ് അത് എന്താവുന്നത്? ദ്രാവകമായിട്ട് മാറുന്നത്. ഹൈഡ്രജൻ ഖരമായിട്ട് മാറുക -259 ഡിഗ്രി സെൽഷ്യസിലാണ്. -259 ഡിഗ്രി സെൽഷ്യസ്. 253 ദ്രാവകമായി മാറുന്ന താപനില, 253 ദ്രാവകമായി മാറുന്ന താപനില, 259 ഖരമായി മാറുന്ന താപനില. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ചു വെക്കണം. PYQ ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ ഏത് വാതകം കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത് ചോദിക്കാം. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഒരു ഇന്ധനം. ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ധനമാണ്. പക്ഷേ ഈ ഇന്ധനം നമുക്ക് ഇത്രയും കലോറി മൂല്യമൊക്കെ ഉണ്ട്. ഇപ്പൊ പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ മറ്റ് എല്ലാ കാര്യങ്ങളും വിറകോ LPG ഒക്കെ ഒഴിവാക്കി എന്തുകൊണ്ട് ഇത് ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൂടാ? ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാൻ കാരണം ഇത് വൻ പൊട്ടിത്തെറിയാണ്, സ്ഫോടക സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഹൈഡ്രജന്റെ ചില രൂപാന്തരങ്ങൾ പഠിച്ചു വെക്കണം. ഓർത്തെ മറക്കണ്ടേ, പാര വെക്കാൻ ഓർക്കണം കേട്ടോ. നിങ്ങൾ ഹൈഡ്രജൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോ പാര വെക്കാൻ. ഹൈഡ്രജനെ കുറിച്ച് പറയുമ്പോൾ പല രൂപമുള്ള ചിലർക്ക് അല്ലെ, നമ്മൾ പറയാറില്ലേ ഓക്ക് ചില വേറെ നമ്മളറിയാത്ത രൂപം, ഓന്റെ രൂപം വേറൊരു സ്വഭാവം ഉണ്ടാവും അല്ലേ?
അപ്പൊ ഓർത്തോ, പാര വെക്കുന്നുണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ, ഒന്നാമത്തെ മൂലകമായ ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ ഓർത്തോ ഹൈഡ്രജൻ, പാരാ ഹൈഡ്രജൻ. കണ്ടോ, ഫോട്ടോ ഒക്കെ ഉണ്ട്, നന്നായിട്ട് നോക്കുക, PDF ഒക്കെ വായിച്ചു നോക്കുക. ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് എന്റെ മോന് ഞാൻ ഈ പേര് ഇടാൻ കാരണം കൂടിയായത് ഈ ഒരു പോയിന്റ്. കാരണം ഒരു 10 വർഷത്തോളമായി PSC പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ PSC രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് മനസ്സിൽ എവിടെയോ കയറിയിരുന്നു. ഹൈസൻ എന്നാണ് അവന്റെ പേര്. അപ്പൊ ഹൈസൻബർഗ് ആണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത്, മറക്കണ്ട കേട്ടോടാവേ. അപ്പോ ഹൈസൻബർഗ് ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അല്ലെ, നമ്മള് കുയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? അങ്ങനെ ആ കുയിലകത്തേക്ക് നഖത്തിൽ ഇങ്ങനെ അല്ലെ പതിഞ്ഞ് പൊന്തും. അപ്പൊ ഒരു ബ്ലീച്ചിങ് ഏജന്റ് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ എന്ന കാര്യം മറന്നു പോകണ്ട. ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകളുടെ മൂലകമാണ്. നമ്മൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഹൈഡ്രജന്റെ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുക? കൃത്യമായിട്ട് പഠിക്കണം. സ്ഥിരം PYQ ആണ്. ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. അവിടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? മാസ് നമ്പർ 2 ആണ്. പ്രോട്ടിയത്തിൽ മാസ് നമ്പറും അറ്റോമിക് നമ്പറും 1 ആണ്. അല്ലെ, അവിടെ അപ്പൊ ന്യൂട്രോൺ എത്രയുള്ളൂ? അവിടെ ഈ പറയുന്ന ഒന്നുമില്ല പ്രോട്ടിയത്തിൽ. അതാണ് ഹൈലൈറ്റ്. കാരണം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഈ പറയുന്ന ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ഇലക്ട്രോൺ എത്രയാണ് അതുപോലെ തന്നെയാണ് പ്രോട്ടോൺ ഉണ്ടാകുക. അപ്പൊ പ്രോട്ടോണ് ഈ പ്രോട്ടിയത്തിനകത്ത് 1 ഉള്ളൂ, ഇലക്ട്രോണും 1 ഉള്ളൂ. എന്നാൽ ഡ്യൂട്ടീരിയത്തിൽ സമയത്തോ അവിടെ പ്രോട്ടോൺ 1 പോരാ, ആ പ്രോട്ടോണിന്റെ കൂടെ ഒരു ന്യൂട്രോൺ കൂടി ചേരണം. അപ്പോഴാണ് അവിടെ മാസ് നമ്പർ 2 ആവത്തുള്ളൂ. അപ്പൊ ഡ്യൂട്ടീരിയത്തിനകത്ത് മാസ് നമ്പർ 2 ആവണമെങ്കിൽ അവിടെ എത്ര ന്യൂട്രോൺ ഉണ്ടാവും? ഇതാ ഇവിടെ ന്യൂട്രോൺ കണ്ടോ, നിങ്ങൾ കണ്ടോ? ഈ ഡ്യൂട്ടീരിയത്തിൽ ഒരു ന്യൂട്രോണ്, ഒരു പ്രോട്ടോൺ, അത് രണ്ടും കൂടി കൂടും മാസ് നമ്പർ 2 കേട്ടോ. ഇവിടെ ഒരു പ്രോട്ടോൺ മാത്രം പ്രോട്ടിയത്തിൽ, അതുകൊണ്ട് മാസ് നമ്പർ 1. അറ്റോമിക് നമ്പർ അതും 1, അതിനെ പ്രോട്ടിയം എന്ന് വിളിക്കും. ഇവിടെ നോക്കൂ, ഇവിടെ 2 ന്യൂട്രോൺ, അതുകൊണ്ട് തന്നെ 2 ന്യൂട്രോണുകൾ, അതിനെ ട്രിഷിയം എന്ന് വിളിക്കും. അപ്പൊ ചോദിക്കും, ഇത് സ്ഥിരം ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഡ്യൂട്ടീരിയത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ട്? ഡ്യൂട്ടീരിയത്തിൽ നമുക്ക് 2 അറിയാണ്ട് വരും, 1. ട്രിഷിയത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ട്? അറിയാണ്ട് വരും, 3 അല്ല 2. ന്യൂട്രോൺ ആണ് ചോദിക്കും. പ്രോട്ടിയത്തിൽ 0 ആണ്, ഡ്യൂട്ടീരിയത്തിൽ 1 ആണ്, ട്രിഷിയത്തിൽ 2 ആണ്. മറന്നു പോകണ്ട. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. സാധാരണ ഹൈഡ്രജൻ വിളിക്കും. ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം, ട്രിഷിയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അടുത്തൊരു PYQ ഇതാണ്. എന്താണത്? റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ട്രിഷിയം. ന്യൂട്രോണുകൾ ഇല്ലാത്തത് പ്രോട്ടിയം, നമ്മളിപ്പോ പറഞ്ഞു. ഒരു ന്യൂട്രോൺ മാത്രം ഡ്യൂട്ടീരിയം, 2 ന്യൂട്രോൺ ട്രിഷിയം. ക്ലിയർ. ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ്. അല്ലെ, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ ഹൈഡ്രജനെ കുറിച്ച് പറയുമ്പം ഹൈഡ്രജന്റെ വാണിജ്യപരമായി ഹൈഡ്രജൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് കൂട്ടുകാരെ ബോഷ് പ്രക്രിയ. പഠിച്ചോളുക. ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറമാണ് നീല. നീ അല്ലെ, നമ്മുടെ ഒരു കോഡൊക്കെ ഉണ്ട്. അപ്പൊ കോഡ് വേണ്ടവർക്ക് ചുമ്മാ ഞാനൊന്ന് പറയാം. നോക്കൂ, നീ നിയോസോമ. നീയോ കേട്ടോ, എന്നാലും ശരിയാവും. നിയോസോമ. നിയോസോമ. നയിച്ചു പക്ലോ മേധ. ഇത് ഞാനിപ്പോ മനസ്സിൽ പെട്ടെന്ന് എടുത്ത് പറയാണ്. സാധാരണ പ്ലാൻ ചെയ്ത് പറയാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി, ഒരു 8 വർഷമായിട്ട് എന്നെ നാവിലുള്ള ഒരു കോഡായതുകൊണ്ട് പറഞ്ഞു പോയതാണ്. നിയോസോമ നയിച്ചു പക്ലോ മേധ എന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. നമ്മുടെ കോഡുകളൊക്കെ പരീക്ഷ ഹാളില് ഇപ്പോ എത്ര പിള്ളേരറിയാം, കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് യൂട്യൂബിൽ കമന്റ് ചെയ്ത് സിംഗ് കലാമിൻ ലഡ് ഗലീന എന്നിങ്ങനെ പാടാറുണ്ട് ഞാൻ കെമിസ്ട്രി എപ്പോ എടുക്കുമ്പോൾ അല്ലേ. സിംഗ് കലാമിൻ ലഡ് ഗലീന ഇങ്ങനെ പാടി പിള്ളേർക്ക് പരീക്ഷ ഹാളിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കൂ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സിങ്കിന്റെയും ഈ പറയുന്ന ലഡിന്റെയും ഐരികൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കത് മാറിപ്പോയില്ലടവേ. സിംഗ് കലാമിൻ ലഡ് ഗലീന. അതുപോലെ ഇതും പാടി പറഞ്ഞ് നീയോ സോമ നയിച്ചു പക്ലോമേദ.
നീയോ സോമ നയിച്ചു പക്ലോമേത. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹൈ നീയോ സോമ നയിച്ചു പക്ലോമേത. ഇനിയിപ്പൊ സംഗതി എന്താന്ന് പറയണ്ടേ, അതാണ് എന്റെ പ്രശ്നം. ഞാനിന്ന് മനസ്സെടുത്തുകൊണ്ട് ഹൈഡ്രജൻ നീല എഴുതില്ല, നോട്ട് എഴുതി വെച്ചോളുക. ഹൈഡ്രജൻ നീല. നിയോൺ നിയോൺ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. നിയോൺ എന്ന് പറയുന്ന വാതകം, ലാമ്പുകൾ, ഹൈഡ്രജൻ ലാമ്പ് നീല എന്ന് പറഞ്ഞപ്പോ അതൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാ. അപ്പൊ നിയോൺ ഓറഞ്ച്. സോഡിയം മഞ്ഞ. സോഡിയം മഞ്ഞ. സോഡിയം. ഹൈ നീയോ സോമ സോഡിയം മഞ്ഞ. നയിച്ചു നൈട്രജൻ ചുവപ്പ്. നൈട്രജൻ ചുവപ്പ്. പക്ലോ പച്ച ക്ലോറിൻ. പ എന്ന് പറഞ്ഞൊരു മൂലകല്ലാലോ, ക്ലോറിൻ. പക്ലോ മേധ. മെർക്കുറി ധവള പ്രകാശം. അതൊന്നും ഈ തരം കാരണം അറിയാം. ധവള പ്രകാശം, മെർക്കുറി. ഹൈ നീയോ സോമ നയിച്ചു പക്ലോമേത. ഹൈ നീയോ സോമ നയിച്ചു പക്ലോമേത. ഒന്ന് പറയടാ, കിട്ടടവേ. മെർക്കുറി ധവള പ്രകാശം. പച്ച ക്ലോറിൻ. നൈട്രജൻ ചുവപ്പ്. സോഡിയം മഞ്ഞ. നിയോൺ ഓറഞ്ച്. ഹൈഡ്രജൻ നീല. യെസ് സെറ്റ്. അപ്പൊ പോട്ടെ. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലത്തെ നമ്മൾ ഘനജലം എന്ന് വിളിക്കും കേട്ടോ. ഘനജലം ചോദിക്കും. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാക്കുന്ന ജ്വലിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. സിങ്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, സൾഫ്യൂരിക് ആസിഡ്. ഈ ലോഹങ്ങളായിട്ട് പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഉണ്ടാവും. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകമാണ്, പഠിച്ചു വെക്കണം. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഇനി നമുക്ക് ഓക്സിജൻ ചേട്ടനെ കുറിച്ച് നോക്കാം. ജീവവായു അല്ലെ, നമുക്കെല്ലാം ശ്വസിക്കാം. നമുക്കല്ല, പ്രകൃതിയിലെ സസ്യങ്ങൾക്ക്, മനുഷ്യ ജീവജാലങ്ങൾക്കൊക്കെ. പേര് നൽകിയത് നേരത്തെ നമ്മൾ പറഞ്ഞു, ലാവോസിയാണ്. കണ്ടുപിടിച്ചത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു, 1774 ജോസഫ് പ്രിസ്റ്റ്ലി ആണ്. മെർക്കുറിക് ഓക്സൈഡ് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്. ഇതൊരു നല്ലൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ചിലപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാം. മെർക്കുറിക് ഓക്സൈഡ് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ് മക്കളെ ബോഷ്. ഹൈഡ്രജൻ ആണെങ്കിൽ ഇത് അംശിക സ്വേദനം. കൃത്യമായിട്ട് പഠിച്ചേ, 1 മാർക്കാണ്. റെഡ് കളർ കൊടുത്താണ്. ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ ആണെങ്കിൽ അംശിക സ്വേദനമാണ് ഓക്സിജൻ നിർമ്മാണ പ്രക്രിയ. റോക്കറ്റിൽ ഓക്സിഡൈസായി ഉപയോഗിക്കുന്നത് ദ്രാവക ഓക്സിജൻ ആണ്. ദ്രാവക ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21% നമ്മൾ നേരത്തെ പറഞ്ഞു. സസ്യങ്ങളിലെ ശ്വസനവാതകവും ഓക്സിജൻ തന്നെയാണ്. കത്താൻ സഹായിക്കുന്ന വാതകം, നോക്കൂ, കത്തുന്ന വാതകമാണ് ഇത് ഹൈഡ്രജൻ. എന്നാൽ കത്താൻ സഹായിക്കുന്ന വാതകം അതാണ് ഇത് ഓക്സിജൻ എന്ന കാര്യം മറന്നു പോകണ്ട. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്നു. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ, ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ ഉണ്ടാക്കുന്നത് ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? അത് ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകവും ഓക്സിജൻ തന്നെയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം കൃത്യമായിട്ട് പഠിക്കണം. ഭൂവൽക്കത്തിലാണ്, അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത മൂലകമാണ് ഓക്സിജൻ. അങ്ങനെയും ചോദിക്കാം, പഠിച്ചു വെച്ചേക്കാം. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത മൂലകം ഓക്സിജൻ. എന്തുകൊണ്ടോ? ഒന്നുമില്ല. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്താ വിളിക്കുക അറിയോ? ജ്വലനം. കത്താൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഒരു പദാർത്ഥം ഓക്സിജനുമായി മിക്സ് ആയി പറഞ്ഞാൽ എന്താ സംഭവിക്കുക അവിടെ? അത് നമുക്ക് ജ്വലനം എന്ന് പറയാം. ഓക്സിജനായിട്ട് ചേർന്ന് പറഞ്ഞാൽ ജ്വലനം. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് കൃത്യമായിട്ട് പഠിക്കുക. 88 പോയിന്റ് സംതിങ് ആണ്. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 89% പറയാം കേട്ടോ. 89%. ഓക്കെ, ശുദ്ധജലത്തിലെ ഓക്സിജൻ അളവ്. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജന്റെയും ഹീലിയത്തിന്റെയും മിശ്രിതമാണെന്ന് പറയുന്നു. ഇവിടെ ഒരു പോയിന്റ് ഞാൻ അഡീഷണലി ചേർക്കുകയാണ് മക്കളെ. ഇവിടെ നൈട്രജനും കൂടി വരുന്നുണ്ട്. പക്ഷേ PSC മുമ്പ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഓക്സിജൻ ഹീലിയത്തിന്റെ മിശ്രിതം പറയുന്നത്. നൈട്രജൻ കൂടി ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഓക്സിജനും ഹീലിയം അതുപോലെ നൈട്രജനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇനി നേരത്തെ നമ്മൾ 259 ഒക്കെ പറഞ്ഞിരുന്നു ഹൈഡ്രജൻ ഖരമായി മാറുന്ന താപനില.
ഇവിടെ ഓക്സിജന്റെ താപനില, ദ്രാവകമായി മാറുന്ന താപനില 183 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ 219 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്, ഓക്സിജൻ ഖരമായി മാറുന്ന താപനില. രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്സിജന്റെ രൂപാന്തരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ ഓസോൺ പഠിക്കണം. ഓസോൺ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓസോൺ പാളിയുടെ സുഷിരം കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നല്ലേ. ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC സ്ട്രാറ്റോസ്ഫിയറിൽ സ്വയം വിഘടിച്ചുണ്ടാകുന്ന ഏത് മൂലകമാണ് ഓസോണിനെ വിഘടിപ്പിച്ച് ഓക്സിജൻ ആക്കി മാറ്റുന്നത്? നോക്കൂ, അവിടെ ക്ലോറിൻ ആണത് കേട്ടോ. ഓസോൺ എന്ന് പറയുന്ന ലെയർ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. എവിടെയാണ്? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. വേൾഡ് ജോഗ്രഫിയിലെ ഇമ്പോർട്ടന്റ് ആയ ഏരിയയാണ്. ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് ഏതാണ്? CFC ആണ് കേട്ടോ. CFC നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ഇനി നമുക്ക് നേരത്തെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 1 തൽക്കാലം ഒരു നമ്പർ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാ കമന്റ് ചെയ്യുക? 1, 2, 3, 4. ഓക്കെ, A, B, C, D. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തെടുക്കാം. ഉറപ്പായിട്ടും ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ ഒക്കെ വരും. അപ്പൊ സയൻസിന്റെ വിഷയം അല്ലെങ്കിൽ കൂടിയും ഞാൻ നിങ്ങൾക്ക് പരമാവധി കുറച്ച് കാര്യങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ ഇനിയും സയൻസ് ക്ലാസ്സുകൾ, SCERT കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നൽകുന്നതാണ്. GKയുടെ ക്ലാസ്സുകൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് പ്രകാരം ഓരോ ടോപ്പിക്കും 1 by 1 ആയിട്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ നൽകും. നിങ്ങളുടെ സപ്പോർട്ട്, മാക്സിമം ഷെയറും ലൈക്കും കമന്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.